യോശുവ പ്രവചനത്തിൽ 7-ാം അധ്യായം 9-ാം വചനത്തിൽ നിലവിളിയോടെ പ്രവാചകനായ ജോഷുവ പ്രാർത്ഥിക്കുകയാണ്. കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം കാക്കുവാൻ എന്തു ചെയ്യും? കർത്താവേ, അങ്ങയുടെ മഹത്വം കാക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങയുടെ മഹത്വം കാക്കേണ്ടത്. നിലവിളിയോടെ പ്രവാചകനായ ജോഷുവ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക്, ജനതകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഇന്ന് ഒരുപാട് അപമാനിതനും അവഹേളിതനുമാവുകയാണ്. ഇടതടവില്ലാതെ അവിടുത്തെ പരിശുദ്ധ നാമം നിന്ദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് പരിഹാസനാകുന്നു. ഇന്ന് അപമാനങ്ങൾ ഒരുപാട് ഇന്ന് കർത്താവിനെ ഏൽക്കുന്നു. ഈ ഒരു തലമുറയിൽ എൻ്റെ സഹോദരങ്ങളെ, ആരെല്ലാം ഹൃദയപരമാർത്ഥതയോടെ കർത്താവിനെ സ്നേഹിക്കുന്നുവോ, അവിടുത്തെ നിർമ്മലമായ വചനങ്ങളെ മുറുകെ പിടിക്കുന്നുവോ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നുവോ, അവരെല്ലാം ഒരുപോലെ ഇന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ വചനത്തിൽ ആത്മാവ് കാണിച്ചു തരുന്നത്. കർത്താവേ, അങ്ങയുടെ മഹത്വം കാക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ മഹത്വം കാക്കുവാൻ, നമ്മുടെ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ തേജസ്സിനെ കാക്കുന്നവരായി നമ്മൾ മാറുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിരന്തരം ഈ ചോദ്യം കർത്താവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. ജോഷ കണ്ണുനീരോടെ ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കുവാൻ, അവിടുത്തെ പരിശുദ്ധിയുടെ മഹത്വം കാക്കുവാൻ കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ദൗത്യം മറന്നു പോകരുത്. കർത്താവിൻ്റെ മഹത്വം കാക്കുന്നവരും ആ മഹത്വത്തിൽ ജീവിക്കുന്നവരും ഈ മഹത്വം ഈ തലമുറയിൽ വെളിപ്പെടുത്തുവാനുമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ദൗത്യം മറന്ന് ജീവിക്കരുത്. ദിനവൃത്താന്തത്തിന് 1-ാം പുസ്തകം 16-ാം അധ്യായം 29-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടുത്തെ നാമത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ആ നാമത്തെ നമ്മൾ കാക്കണം. തിരുമുൻപിൽ കാഴ്ച സമർപ്പിക്കുവിൻ. കർത്താവിൻ്റെ പരിശുദ്ധ തേജസ്സിന്റെ മുൻപിൽ വണങ്ങുവിൻ. കർത്താവിൻ്റെ തേജസ്സിന്റെ മുൻപിൽ നമ്മൾ താഴ്മയുള്ളവരാകണം. ആ മഹത്വമേറിയ മേഘം അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. എളിമയോടെ നമ്മൾ ആ തേജസ്സിനെ, ദൈവമായ കർത്താവിനെ, മഹത്വപൂർണനായ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. 28-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നു, കർത്താവിൻ്റെ ശക്തിയും മഹത്വവും എല്ലാ ജനതകളും പ്രകീർത്തിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വവും ശക്തിയും സകല ജനതകളും പ്രകീർത്തിക്കട്ടെ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്വം ഇതാണ്. ഈ വചനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപിലായിരിക്കണം. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിയും അവിടുത്തെ തേജസ്സിന്റെ മഹിമയും ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ പ്രധാനമായ ദൗത്യം അതാണ്. എല്ലാ ജനതകളും അത് വെളിപ്പെടുത്തട്ടെ. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ മഹത്വം നമ്മൾ കാക്കണ്ടേ? ഈ ദൈവമഹത്വത്തിൽ നിരന്തരം നമ്മൾ ജീവിക്കണ്ടേ? ഈ മഹത്വവും തേജസ്സും വെളിപ്പെടുത്തുന്നവരായി നമ്മൾ മാറണ്ടേ? വളരെ വേദനയോടെ ഈ തിരുവചനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്.
സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ തിരുവചനമാണ്. മഹത്വം ഇസ്രായേൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിനെ ഇഖാബോദ് എന്ന് പേരിട്ടു. മഹത്വം വിട്ടുപോയി, തേജസ് നഷ്ടപ്പെട്ടു പോയി. നോ ഗ്ലോറി, നോ ഗ്രേസ്. മഹത്വമില്ലാത്ത അവസ്ഥ. അവിടെ കർത്താവില്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ മഹത്വം വിട്ടുപോവുകയാണ്. മഹത്വം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവ് വിട്ടുപോയി. നോ പ്രസൻസ്. അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമില്ല, അവിടെ കർത്താവിൻ്റെ ശക്തിയില്ല, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവില്ല. കെട്ടുപോയ, തകർന്നുപോയൊരിടമായി അത് മാറുകയാണ്. നോ ഗ്രേസ്, നോ ഗ്ലോറി. ഞാൻ തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും, മഹത്വം കാക്കുവാനായി വിളിക്കപ്പെട്ട അനേകരുടെ ജീവിതത്തിൽ ഈ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്നു. മഹത്വം നഷ്ടപ്പെട്ടു പോവാണ്. ഈ മഹത്വത്തെ കാക്കുവാനും ഇതിൽ ജീവിക്കുവാനുമാണ് നമ്മുടെ വിളി. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥകളിൽ ഈ വിളിയും ദൗത്യവും മറന്ന് അവഗണിച്ചുകൊണ്ട് മഹത്വമില്ലാത്തവരായി മാറി ഒരുപാട് ജീവിതങ്ങളെ പരിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് ഇസ്രായേലിന്റെ ആദ്യ രാജാവായ സാവൂൾ. സാമുവേൽ പ്രവചനം 1-ാം പുസ്തകത്തിൽ 16-ാം അധ്യായം 14-ാം വചനത്തിൽ ദൈവവചനം പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ മഹത്വം, തേജസ്സിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. സാവൂളിനെ വിട്ടുപോയി. ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ അധിവസിക്കുന്ന കർത്താവിൻ്റെ മഹത്വത്തെ, തേജസ്സിന്റെ ആത്മാവിനെ നമ്മൾ ജാഗ്രതയോടെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നിരന്തരം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച് കൊണ്ടുള്ള ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? നിരന്തരമായ കർത്താവിൻ്റെ ആലോചനകളെ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തെ തിരസ്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സത്യവചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കർത്താവിൻ്റെ ഗ്ലോറി നഷ്ടപ്പെട്ടു, തേജസ്സിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി. വീണ്ടും നമ്മൾ കാണുകയാണ്, സംഖ്യാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിലാണത്. സംഖ്യാട് 9-ഉം 10-ഉം വചനങ്ങളിൽ അവിടെ മിരിയാമിന്റെ ജീവിതത്തിലാണ്. കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ വിട്ടുപോയി. കർത്താവ് അവരെ വിട്ടുപോയി. 10-ാമത്തെ വചനം പറയുന്നു, കൂടാരത്തിന്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങി. ഏതാണ് ഈ മേഘം? മഹത്വത്തിന്റെ മേഘം. ഷെഖൈന ഗ്ലോറി. തേജസ്സിന്റെ മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു. കർത്താവിന്റെ മഹത്വം അവരെ വിട്ടുപോവുകയാണ്. നോ ഗ്ലോറി. മഹത്വമില്ലാത്തവളായി, തേജസ് നഷ്ടപ്പെട്ടവളായി മിരിയാം മാറി. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ കാരണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം, ദൈവ തേജസ്സിനെ കാത്തുകൊള്ളാനും ഈ തേജസ്സിൽ നിരന്തരം ജീവിക്കുവാനുമായി വിളിക്കപ്പെട്ട നമ്മൾ ഈ മഹത്വം നഷ്ടപ്പെടുത്തി കളയുന്നു. ഈ തേജസ്സിന്റെ പ്രഭയെ നമ്മൾ കെടുത്തിക്കളയുന്നു. ഇതൊരുപാട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതാണ്, കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഈ മഹത്വം നഷ്ടപ്പെടുത്തി കളയുന്നത്. മറ്റൊരു വ്യക്തിയാണ് സാംസൺ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-ഉം 20-ഉം വചനങ്ങളിൽ വചനം പഠിപ്പിക്കുന്നു. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവൻ്റെ തലയിൽ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഖ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ശക്തി വിട്ടുപോയി. മഹത്വത്തിന്റെ ശക്തി, തേജസ്സിന്റെ ശക്തി വിട്ടുപോയി. 20-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, അവൾ പറഞ്ഞു, സാംസൺ ഫിലിസ്ത്യനെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു, മറ്റവസരങ്ങളിൽ എന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും, എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് വിട്ടുപോയ കാര്യം
അവൻ അറിഞ്ഞില്ല. കർത്താവ് സാംസനെ വിട്ടുപോയി. നോ ഗ്ലോറി, മഹത്വമില്ലാത്തവനായി, തേജസ് നഷ്ടപ്പെട്ടവനായി സാംസൺ നശിക്കുകയാണ്. അതിന് പല കാരണങ്ങളും ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാകണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നിന്നിൽ കുടികൊള്ളുന്നു. ഇത് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തുമാത്രം ജാഗ്രതയോടെ ഈ മഹത്വത്തെ സൂക്ഷിക്കുന്നവരാകണം നമ്മൾ. ഈ തേജസ്സിന്റെ ആത്മാവിൽ നിരന്തരം ജീവിക്കുന്നവരാകണം നമ്മൾ. ഇത് നമുക്കുള്ള മുന്നറിയിപ്പല്ലേ? നമ്മുടെ കുടുംബങ്ങൾ ദൈവ തേജസ്സിന്റെ കുടുംബങ്ങളാകണ്ടേ. ക്രൈസ്തവ കുടുംബങ്ങൾ മഹത്വത്തിന്റെ കുടുംബങ്ങളാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, മഹത്വം നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് സഹോദരങ്ങളെ? കർത്താവിന്റെ തേജസ് നമ്മിൽ മങ്ങിപ്പോയാൽ, മഹത്വമില്ലാത്തവരായി നമ്മൾ മാറിയാൽ, നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ച, അവിടെ നോ ഗ്ലോറി, കർത്താവിന്റെ തേജസ് അവിടെ വസിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വത്തിലല്ല നമ്മുടെ കുടുംബങ്ങൾ കുടികൊള്ളുന്നത്. കർത്താവിനെ പണിയുവാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത വിധം നമ്മുടെ കുടുംബങ്ങളിൽ മത്സര്യവും ഭിന്നതയും വെറുപ്പും അശുദ്ധികളും അവിശ്വസ്തതകളും നിരന്തരമായ അനുസരണക്കേടുകൾ മൂലം കർത്താവിന്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളെ വിട്ടുമാറി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കർത്താവിന്റെ മഹത്വം നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ജെറമിയ പ്രവചനം 6:8 ദൈവവചനം പഠിപ്പിക്കുന്നു, ജെറുസലേം, നീ എൻ്റെ താക്കീത് കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകലും. നീ വിജനമായ മരുഭൂമിയാകും, വിജനമായ മരുഭൂമിയായി മാറും. കർത്താവിന്റെ മഹത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, തേജസ്സിന്റെ ആത്മാവ് നമ്മിൽ നിർവീര്യമായാൽ, ഒന്നുമില്ലാത്തവരായി, നത്തിങ്, ശൂന്യത മാത്രം, ശൂന്യമായ എംപ്റ്റിനെസ്, ഒന്നുമില്ലാത്തവരായി നമ്മൾ മാറും സഹോദരങ്ങളെ. മഹത്വമില്ലെങ്കിൽ നത്തിങ്, ഒന്നുമില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നീ മരുഭൂമിക്ക് തുല്യമായി. എന്താ മരുഭൂമിയുടെ പ്രത്യേകത? ഒന്നുമില്ല അവിടെ. വിട്ടുപൊള്ളുന്ന മണലാരിയാണ്, എല്ലാം പ്രതികൂലമാണ്. സന്തോഷിക്കാൻ യാതൊരു വകയും മരുഭൂമിയിൽ നമുക്കില്ല സഹോദരങ്ങളെ. എത്ര ശക്തമാണ് കർത്താവിന്റെ വചനം! ദൈവ തേജസ് നമ്മിൽ നഷ്ടപ്പെട്ടു പോയാൽ, മരുഭൂമിക്ക് തുല്യമായ ഒന്നുമില്ലാത്ത ശൂന്യമായ ഒരു അവസ്ഥയിൽ നമ്മുടെ കുടുംബങ്ങൾ തകരും, നമ്മുടെ ജീവിതങ്ങൾ നശിക്കും, നമ്മുടെ ശുശ്രൂഷകളെല്ലാം കെട്ടുപോകും. ഇന്ന് കർത്താവ് പ്രതീക്ഷയോടെ ജന്മം നൽകിയ പല മിനിസ്ട്രികളും ഈ മരുഭൂമിക്ക് തുല്യമായി മാറുന്ന സഹോദരങ്ങളെ. അനുതപിക്കണം. നമ്മുടെ കുടുംബങ്ങൾ അനുതപിക്കണം. നമ്മൾ ഓരോരുത്തരും അനുതപിക്കണം. കണ്ണുനീരോടെ കർത്താവിന്റെ മഹത്വത്തിനായി നമ്മൾ ദാഹിക്കണം. ആ മഹത്വം കാക്കുവാനായി നിരന്തരം നമ്മൾ കർത്താവിനോട് യാചിക്കണം. വിജനമായ മരുഭൂമിയാകുന്നു. രണ്ടാമത്തെ അവസ്ഥ എന്താണ്? കിട്ടമായി മാറുന്നു. കിട്ടം എന്ന് പറഞ്ഞാൽ ഈ വെള്ളി ഉരുക്കി കഴിയുമ്പോൾ ആ വെള്ളിയിലുള്ള അഴുക്ക്, സ്ലാഗ് എന്ന് പറയും, അത് കിട്ടമാണ്. ഉപയോഗശൂന്യം. നമ്മൾ ഒരു തരത്തിലും ഉപയോഗമില്ലാത്തവരായി, യാതൊരു വിധത്തിലും പ്രയോജനമില്ലാത്തവരായി നമ്മുടെ ജീവിതങ്ങൾ നശിക്കുകയാണ് സഹോദരങ്ങൾ. കിട്ടങ്ങളായി മാറുന്നു. ജെറമിയ പ്രവചനം 6:30 ഈ സത്യമാണ് പരിശുദ്ധാത്മ പറയുന്നത്. കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് കർത്താവ് വിട്ടുപോയി. അവിടെ കർത്താവില്ല. വെള്ളിക്കിട്ടം എന്നാണ് അവർ അറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവിന്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോയാൽ നമ്മുടെ കുടുംബങ്ങൾ കിട്ടങ്ങളായി ഉപയോഗശൂന്യമായ ഒരിടമായിട്ട് മാറും. എത്ര പരിതാപകരമായ അവസ്ഥയാ സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ, നമ്മുടെ കുടുംബങ്ങൾ ദുർബലമാകുന്നതിൻ്റെ, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും കൂട്ടായ്മയും പരസ്പരമുള്ള പ്രോത്സാഹനവും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം
മഹത്വമില്ല, അവിടെ കർത്താവില്ല. കർത്താവില്ലാത്തത് കൊണ്ട് വെള്ളിക്കിട്ടമെന്നാണ് അവർ അറിയപ്പെടുന്നത്. കിട്ടങ്ങളായി മാറരുതേ. ഉപയോഗമില്ലാത്ത ശൂന്യമായ ജീവിതങ്ങളായി, കുടുംബങ്ങളായി നമ്മൾ അധപതിക്കരുതെന്ന് വേദനയോടെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ സ്വരമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചങ്കിലേക്ക് ഇത് ഏറ്റെടുക്കണം. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ തേജസ്സിൽ ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിരന്തരം നിറയപ്പെടുവാനുള്ള ദാഹം നമുക്കുണ്ടെങ്കിൽ ഈ സ്വരം നമ്മൾ ഏറ്റെടുക്കണം. ഈ സ്വരം ഏറ്റെടുക്കണം. മൂന്നാമത്തെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? മുഴുപരാജയം. നമ്മുടെ ജീവിതം മുഴുപരാജയമായി. നമ്മുടെ ജീവിതത്തിൽ ജയപരാജയങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ജീവിതം മുഴുവൻ ട്രാജഡി, ഭയങ്കരമായ ട്രാജഡി. കുടുംബം മുഴുവൻ തകർന്നു, ജീവിതം തകർന്നു, ബന്ധങ്ങൾ എല്ലാം തകർന്ന് പരാജയമായി മാറുന്ന അവസ്ഥ നമ്മൾ പരിശോധിക്കണം. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ബന്ധങ്ങളിലുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ കൂട്ടായ്മകളിൽ, മിനിസ്ട്രികളിലുണ്ടോ? കൂടെ നിന്ന് കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടോ? യോശുവയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം 12-ാം വചനത്തിൽ ഹൃദയ തകർച്ചയോടെ പ്രവാചകൻ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ജോഷുവയോട് സംസാരിക്കുകയാണ്. ജോഷുവ, അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തു, ശ്രദ്ധിക്കണം, കണ്ടോ, നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിശ്ചിത വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. എത്ര ശക്തമാണ് കർത്താവിന്റെ വചനം! ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളുടെ മുൻപിൽ ചെറുത്തു നിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവർ തോൽപ്പിക്കപ്പെടാൻ, പരാജയപ്പെടുവാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നത് കൊണ്ട് പരാജയത്തിന്റെ കയ്പ്, പരാജയങ്ങൾക്ക് സ്വാഭാവികമാണ് സഹോദരങ്ങളെ. എന്നാൽ എപ്പോഴും പരാജയമായി ജീവിതം തകർന്നിരിക്കുന്ന അവസ്ഥകള്, തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങള്, പരാജയപ്പെട്ട കുടുംബങ്ങള്, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം വസിക്കുന്ന, ആ മഹത്വം നയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ പരാജയപ്പെട്ടാൽ ആ കുടുംബങ്ങളെ കർത്താവ് തന്നെ പണിതുയർത്തും. ആ കുടുംബങ്ങളിൽ കർത്താവിന്റെ കരമുണ്ട്, സാന്നിധ്യമുണ്ട്, ശക്തിയുടെ തേജസ്സുണ്ട്. പരാജയപ്പെടുകയാണ്. കാരണം എന്താ? ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് കൂടെയില്ലാത്ത, കർത്താവിന്റെ മഹത്വമില്ലാത്ത, കർത്താവിന്റെ ആത്മാവില്ലാത്ത എല്ലായിടങ്ങളിലും പരാജയമാണ്. മുഴുപരാജയം. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ ദൈവമേ എന്നോർത്ത് നിലവിളിക്കുന്ന, വേദനിക്കുന്ന ദൈവമക്കള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ ആലോചനയാണ്. നിരാശപ്പെടരുത്. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്, പ്രത്യാശിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട്. അനുദപിക്കണം, തിരിച്ചു വരണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണം, കർത്താവിലേക്ക് മടങ്ങി വരണം. അവിടെ മഹത്വം വീണ്ടും നിന്റെ മേലിറങ്ങും, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങും. പരാജയപ്പെടുവാനൊരു വസ്തുവായിട്ട് മാറി. ഞാനത് വായിച്ച് അത്ഭുതപ്പെട്ടു പോയി സഹോദരങ്ങളെ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പരാജയത്തിലും വിജയം അനുഭവിക്കുന്നവരായി നമ്മൾ മാറും. സാമുവേലിന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 14-ാം വചനത്തിൽ ദാവീദിനെ കുറിച്ചുള്ളൊരു വചനമാണ്. കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ഹല്ലേലൂയ. കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ, ദാവീദിന്റെ കഴിവ് കൊണ്ടോ മികവ് കൊണ്ടല്ല, അവന്റെ യുദ്ധപാഠവം കൊണ്ടല്ല, കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിച്ചു. അവിടുത്തെ തേജസ് ദാവീദിന് മേലുണ്ടായിരുന്നു. ആ മഹത്വത്തിന്റെ ശക്തിയാൽ അവൻ പ്രവർത്തിച്ചു.
അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ വിജയം കർത്താവ് നൽകി. കരമടിച്ച കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കണമേ, കുടുംബങ്ങളിൽ പ്രവർത്തിക്കണമേ, മക്കളിൽ പ്രവർത്തിക്കണമേ, തലമുറകളിൽ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ സഭയിൽ പ്രവർത്തിക്കണമേ. മഹത്വത്തോടെ സഭയിലേക്ക് വരണമേ. പൂർവ്വമഹത്വത്തെക്കാൾ ഉന്നതമായൊരു മഹത്വത്തിലേക്ക് കർത്താവ് അവിടുത്തെ സഭയെ ഉയർത്തണമേ. സംഖ്യയുടെ പുസ്തകം 14:22 ആ വചനം കൂടി ഉച്ചത്തിൽ വായിക്കാം. സംഖ്യ 14:22 എന്താ പറയുന്നത്? സംഖ്യയുടെ പുസ്തകം 42 ശത്രുക്കളുടെ മുൻപിൽ തോൽക്കാതിരിക്കാൻ നിങ്ങളിപ്പോൾ മുകളിലേക്ക് കയറരുത്, എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെയില്ല. കർത്താവ് കൂടെയില്ലെങ്കിൽ എത്ര ശക്തരാണ് നമ്മെങ്കിലും, നമ്മൾ എന്തുമാത്രം കഴിവുള്ളവരാണെങ്കിലും പ്രാപ്തിയുള്ളവരാണെങ്കിലും നമുക്ക് പരാജയമായിരിക്കും, തോൽവിയും തകർച്ചയുമായിരിക്കും. കർത്താവ് കൂടെ ഇല്ലാത്തതിനാൽ നിങ്ങൾ ആ മലയിലേക്ക് കയറരുത്, നിങ്ങൾ പരാജയപ്പെടും. മോശ പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് തൻ്റെ ദൈവജനത്തിന്. ഇത് നമുക്കുള്ള മുന്നറിയിപ്പാണ്. നാലാമത്തേത് പരിഹാസക്കോലമായിട്ട് മാറുക. മഹത്വം വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ട ഇന്ന് പലരും മഹത്വം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ലോകത്തിന് മുമ്പിൽ പരിഹാസക്കോലമായി കോമാളികളായി മാറുന്ന എത്രയോ തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങളെ കാണുന്നു. ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല. കണ്ണുനീരോടെ വേദനയോടെ പങ്കുവെക്കുക സഹോദരങ്ങളെ. കർത്താവിൻ്റെ തേജസ് വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ട നമ്മൾ ആ മഹത്വം നഷ്ടപ്പെടുത്തി പരിഹാസക്കോലമായി നമ്മുടെ ജീവിതം പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോൾ അതിലൂടെ കർത്താവിനേൽക്കുന്ന നിന്നാപമാനം, മഹത്വപൂർണനായ കർത്താവിനേൽക്കുന്ന അവഹേളനം നമ്മൾ തിരിച്ചറിയണം. നിസാര ലാഭത്തിനും സുഖത്തിനും നേട്ടത്തിനും വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ഈ മഹത്വം നഷ്ടപ്പെടുത്തി കളയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ തിരുവചനം, ദ ബുക്ക് ഓഫ് ജഡ്ജസ്. സന്തോഷിച്ച് മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിനെ സാംസനെ വിളിക്കുവിൻ. സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. ഒരു കോമാളിക്ക് തുല്യമായി, ഒരു കുട്ടിക്കുരങ്ങനെ പോലെ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട തേജസ്സിന്റെ ശുശ്രൂഷകൾ ചെയ്തിരുന്ന സാംസൺ ഇതാ ഒരു കോമാളിയായി മാറുകയാണ്. കർത്താവിനെ പ്രതിയും ദൈവവചനത്തെ പ്രതിയും നമുക്കുണ്ടാകുന്ന പരിഹാസങ്ങളും അപമാനങ്ങളും അല്ല ഇവിടെ പറയുന്നത്. അത് കൃപയാണ്. ഇതല്ല. മഹത്വം നഷ്ടപ്പെടുത്തി. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹത്തിന് മുൻപിൽ നമ്മൾ അപഹാസ്യരും നിന്ദിതരുമാകുന്ന കോമാളിക്ക് തുല്യമായി നമ്മുടെ ജീവിതങ്ങൾ അനേകരും നമ്മളെ നോക്കി പരിഹസിക്കുക. അത് നമ്മുടെ പ്രവൃത്തി ദോഷങ്ങളാണ്, നമ്മുടെ അവിശ്വസ്തതകളും അനുസരണക്കേടുകളും നമ്മുടെ ജഡീകതകളും ലൗകികതകളുമാണ് നമ്മളെ തേജസ്സില്ലാത്തവരാക്കുന്നത്. ഹല്ലേലൂയാ. നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. ഒരു കുട്ടിക്കുരങ്ങനെ പോലെ അവൻ കോമാളിയായവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിക്കുകയാണ്. ആരത് ചെയ്യുന്നത്? ഒരു സാധാരണക്കാരനല്ല, ദൈവത്തിൻ്റെ അഭിഷിക്തൻ. എൻ്റെ സഹോദരങ്ങളെ, മഹത്വം നഷ്ടപ്പെട്ടു പോയാൽ സംഭവിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ ദൈവ തേജസ് എന്തുകൊണ്ടാണ് മങ്ങിപ്പോകുന്നത്? മഹത്വത്തിൻ്റെ ആത്മാവ് നമ്മിൽ വേദനിക്കുന്നു, നിർവീര്യമാകുന്നു. തേജസ്സിന്റെ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതിൻ്റെ
ചില അടിസ്ഥാന കാരണങ്ങളിലേക്ക് പരിശുദ്ധാത്മ വെളിച്ചം വീശുകയാണ്. ഒരിക്കൽ കൂടെ നമുക്ക് വചനമെടുക്കാം. സാമുവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തന്റെ കുഞ്ഞിനെ ഇക്കാബോദ് എന്ന് പേരിട്ടു. മഹത്വം വിട്ടുപോയി. ദൈവജനത്തിൽ നിന്ന് മഹത്വം വിട്ടുപോയി. ഈ സ്ഥലം ഏതാണെന്നറിയോ? ഷീലോ എന്ന് പറയുന്ന ഇടമാണ്. ആ ഇടത്തിൽ നിന്നാണ് മഹത്വം വിട്ടുപോയി, കർത്താവ് വിട്ടുപോയത്. ഞാൻ ഈ തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വിശുദ്ധ ഭയം വന്നു. സഹോദരങ്ങളെ, നമ്മൾ എന്തുമാത്രം ജാഗ്രതയോടെ കർത്താവിൻ്റെ മഹത്വത്തെ കാക്കേണ്ടവരാണ്. നമ്മുടെ സമർപ്പണവും വിശുദ്ധിയും വിശ്വസ്തതയും വിശ്വാസവും കർത്താവിനോട് ഉണ്ടായിരിക്കേണ്ട വ്യക്തിബന്ധവും നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കണം. മനസ്സിലാക്കുന്നവർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. ആത്മ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ, ഭൗതികവും ആത്മീയമായ ആവശ്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ചെയ്യണം മക്കളെ. നിങ്ങളെ ഒരുമി കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. തൻ്റെ വചനത്തിലൂടെ, ആത്മാവിലൂടെ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയം. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സന്ദേശങ്ങൾ, മെസ്സേജുകളൊക്കെ അയക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഷീലോ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മഹത്വം അത്രമാത്രം അധിവസിച്ചിരുന്ന കൃപയുടെ സ്ഥലമായിരുന്നു. കർത്താവ് വസിച്ചിരുന്നത്, ലോർഡ്സ് പ്ലേസ്, കർത്താവിൻ്റെ വാസ സ്ഥലമായിരുന്നു ഷീലോയ്. അവിടെ നിന്നാണ് മഹത്വം വിട്ടുപോയത്. അതിൻ്റെ തകർച്ചയുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? യോശുവയുടെ പുസ്തകം 18:1 വചനം പറയുന്നു, ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം, കർത്താവിൻ്റെ മഹത്വം സ്ഥാപിക്കുകയാണ്. ആദ്യമായി സമാഗമ കൂടാരം സ്ഥാപിച്ച കൃപയുടെ ഇടമാണ് ഷീലോയ്. ആ ഷീലോയിൽ നിന്നാണ് മഹത്വം വിട്ടുപോയത്. നോ ഗ്ലോറി, കർത്താവ് അവരെ വിട്ടുപോയി. മഹത്വത്തിന്റെ രാജാവ് അവരെ വിട്ടുപോയി. ജെറമിയ പ്രവചനം 7:10 നിങ്ങൾ വരണം. ഒന്നിച്ചു വായിക്കുക. എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ? കർത്താവ് ചോദിക്കുകയാണ്. വേദനയോടെ കർത്താവ് ചോദിക്കുകയാണ്. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന മ്ലേച്ഛതകളും നിങ്ങളുടെ അവിശ്വസ്തതകളും നിങ്ങളുടെ ജഡീകമായ പ്രവൃത്തികളും നിരന്തരമായ അനുസരണക്കേടുകളും അത് ഇനിയും തുടരാമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ സുരക്ഷിതരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കർത്താവ് കരുണാമയനാണ്, കരുണ കാണിക്കും. നിരന്തരം അനുസരണക്കേട് കാണിച്ച് അവിടുത്തെ പരിശുദ്ധ വചനങ്ങളെ നമ്മൾ തിരസ്കരിച്ചാൽ മഹത്വം വിട്ടുപോകും. നമ്മൾ മഹത്വമില്ലാത്തവരായി മാറും. തേജസ്സിന്റെ ശക്തിയില്ലാത്തവരായി മാറും. എത്ര പരിതാപകരമായൊരു അവസ്ഥയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ. ഇതെന്ന് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗൗരവബോധത്തോടെ നമ്മൾ എന്തുമാത്രം ജാഗ്രതയുള്ളവരാണ്. ദൈവമഹത്വം കാക്കുന്നതിൽ, ഈ തേജസ്സിൽ ജീവിക്കുന്നതിൽ നമ്മൾ എന്തുമാത്രം ശ്രദ്ധയുള്ളവരാകണം, ഒരുക്കമുള്ളവരാകണം, സൂക്ഷ്മതയുള്ളവരാകണം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കർത്താവേ കൃപ തരണമേ. തേജസ്സിന്റെ മേഘത്താൽ ഞങ്ങളെ പൊതിയണമേ. മഹത്വത്തോടെ വരണമേ. ഞങ്ങളുടെ മധ്യ മഹത്വത്തോടെ വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ മഹത്വം ഇറങ്ങട്ടെ. മഹത്വത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപ
കെട്ടുകള്, ശാപബന്ധനങ്ങള്, പൈശാചിക ആധിപത്യങ്ങള്, നരകത്തിന്റെ അടിസ്ഥാനങ്ങള് തകർക്കപ്പെടട്ടെ. In the name of Jesus. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കർത്താവേ, ജനത്തെ ആശീർവദിക്കണം, കുടുംബങ്ങളെ ആശീർവദിക്കണം, സഭയെ ആശീർവദിക്കണം. ഹല്ലേലൂയ. കൃപയോടെ പ്രവർത്തിക്കണം. തേജസ്സിന്റെ അഭിഷേകത്തിലേക്ക്, മഹത്വത്തിന്റെ ശുശ്രൂഷകളിലേക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. കരമുയർത്തി വിളി യേശുവേ. ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിന് അഭിഷേകം. ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ. മഹത്വത്തിന്റെ രാജാവായി വരണം. തേജസ്സിന്റെ ശക്തിയായി ഞങ്ങളിൽ നിറയണമേ. കുടുംബങ്ങളിലേക്ക് ഈ കൃപ കൊടുക്കട്ടെ. തലമുറകളിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിന് അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. മഹത്വത്തിൻ സാന്നിധ്യം, വചനത്തിന് അഭിഷേകം, മഹത്വം അനുഭവിച്ച് പാടി മഹിമയിൽ വാണിടും ദൈവ സാന്നിധ്യത്തിന്റെ ആനന്ദത്തിന്റെ സാന്നിധ്യം. മഹിമയിൽ രാജനേഴും നള്ളുന്നു, മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം, ആത്മപകർച്ചയ്ക്കായി. മഹിമയിൽ രാജനേഴുന്നള്ളുന്നു, വ്യാപരിക്കട്ടെ. അഭിഷേകം പകർന്നിടുവാൻ ദൈവ തേജസ്സ് പ്രകാശിതമാകട്ടെ. ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പകർച്ചയ്ക്കായി. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിന് അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിന് അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. യേശു കർത്താവിന്റെ സാന്നിധ്യം, കുടുംബങ്ങളിൽ നിറയട്ടെ, യേശു കർത്താവിന്റെ സാന്നിധ്യം, രാജ്യങ്ങളിൽ ജനതകളിൽ നിറയട്ടെ. യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. 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 കർത്താവേ, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ആമേൻ. നന്ദി കർത്താവേ. മഹത്വം കർത്താവേ. കർത്താവിന്റെ മഹത്വം സ്ഥാപിതമായ കൃപയുടെ മണ്ണിൽ നിന്നാണ് കർത്താവ് വിട്ടുപോയത്. നമ്മളിത് മാത്രം കൃപയും അഭിഷേകവും നിറഞ്ഞവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ജാഗ്രത നഷ്ടപ്പെട്ട, ശ്രദ്ധ നഷ്ടപ്പെട്ട, മഹത്വമില്ലാത്തവരായി മാറാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ജെറമിയ പ്രവചനം 7:12 നിങ്ങൾ വരിക. ഒരിക്കൽ കൂടെ ജെറമിയ പ്രവചനം 7:12. എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ഷീലോയിൽ ചെന്ന് നോക്കുവീൻ. കർത്താവ് നമ്മളോട് പറയും, നിങ്ങൾ ഷീലോയിൽ ചെന്ന് നോക്കുവീൻ. എൻ്റെ മഹത്വം ആദ്യം പ്രതിഷ്ഠിതമായ ഇടമാണ് ഷീലോയിൽ. അവിടെ ചെന്ന് നോക്കുക. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ. വേദനയോടെയാണ് കർത്താവ് ഈ വചനം തൻ്റെ ജനത്തെ അറിയിക്കുന്നത്. വീണ്ടും ജെറമിയ പ്രവചനം 26:6 നിങ്ങൾ വരിക. 26:6. ഈ ഭവനത്തെ ഞാൻ ഷീലോ പോലെയാക്കും. മഹത്വമില്ലാത്ത, തേജസ് നഷ്ടപ്പെട്ട ഇടമാക്കി ഞാൻ ഈ ഭവനത്തെ മാറ്റും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഭവനങ്ങൾ മഹത്വമില്ലാത്ത കുടുംബങ്ങളായി മാറരുതേ. നമ്മുടെ ജീവിതങ്ങൾ
തേജസ്സിന്റെ ശക്തിയില്ലാത്ത ജീവിതങ്ങളാകരുതേ. യേശുവേ, നമ്മൾ നിരന്തരം നിലവിളിക്കണം കർത്താവിന്റെ സന്നിധിയിൽ. നമ്മുടെ മിനിസ്ട്രികളിലും കൂട്ടായ്മകളിലും ഈ തേജസ്സിന്റെ അഭിഷേകം എപ്പോഴും ജ്വലിച്ച് 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 നിൽക്കണം. ആമേൻ. അതിൽ ജാഗ്രത വേണമെന്ന് കർത്താവ് പറയാം. ഈ ഭവനത്തെ ഞാൻ ഷീലോ പോലെയാക്കും. എന്നാ ഒരു വാണിംഗ് ആണത്. ഷീലോ മഹത്വമില്ലാത്തതാക്കി മാറ്റും. അതോടുകൂടി തീർന്നു സഹോദരൻ. എന്തൊക്കെ കഴിവും പ്രശസ്തിയും അറിവും പാണ്ഡിത്യവും സൗന്ദര്യവും ബുദ്ധിയും എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല. നീ കിട്ടമായിട്ട് മാറും. ഉപയോഗശൂന്യമായ, ആർക്കും ഒരു പ്രയോജനമില്ലാത്ത നാശത്തിന്റെ തകർച്ചയുടെ ഒരു ജീവിതമായിട്ട് മാറും. കർത്താവേ, കൃപ ചെയ്യണമേ, കരുണ വർഷിക്കണമേ, കരുണ വർഷിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സങ്കീർത്തനത്തിലേക്ക് വരിക. 78-ന്റെ 60-ാമത്തെ വചനം, 78-ാം സങ്കീർത്തനം. ആകയാൽ അവിടുന്ന് മനുഷ്യരുടെ ഇടയിലെ തൻ്റെ നിവാസമായ ഷീലോയിലെ കൂടാരം ഉപേക്ഷിച്ചു. കർത്താവ് ഷീലോയ് വിട്ടുപോയി. ഞാനിത് പറയും, ഈ കാലഘട്ടത്തിൻ്റെ ഷീലോയ് നമ്മളാണ്, നമ്മുടെ കുടുംബങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഏൽപ്പിച്ചത് നമ്മുടെ മിനിസ്ട്രികളാണ്, കർത്താവിൻ്റെ മിഷനാണ്, നമ്മുടെ സഭയാണ്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളാണ്. ഇന്നത്തെ ഷീലോയ് കർത്താവില്ലാത്ത ഇടമായി അത് മാറരുത്. മഹത്വമില്ലാത്ത ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങളും സമൂഹങ്ങളും അധപതിക്കരുതെന്ന് ആത്മാവ് മുന്നറിയിപ്പ് തരുന്നു. എന്തുകൊണ്ടാണ് ഷീലോയിൽ നിന്ന് മഹത്വം വിട്ടുപോയത്? നമുക്ക് വേഗത്തിൽ ആ തിരുവചനങ്ങളിലേക്ക് വരാം. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ 4 കാരണങ്ങൾ അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. പല പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായും 4 ആ കാരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അന്നത്തെ മഹാപുരോഹിതനായിരുന്നു ഏലി. ഈ ഏലിയുടെ മക്കളും കർത്താവിൻ്റെ പുരോഹിതരാണ്. ദൈവജനത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണ്. കർത്താവ് തെരഞ്ഞെടുത്ത തൻ്റെ പുരോഹിതരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുരോഹിതർക്ക് മാത്രമല്ല, കർത്താവ് വിളിച്ച നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണത്. കുറെ കഴിയുമ്പോൾ നമ്മൾ വ്യതിചലിച്ചു പോകരുത്, റൂട്ട് മാറരുത്, നമ്മുടെ ഫോക്കസ് മാറരുത്, ഇൻട്രസ്റ്റ് മാറി പോകരുത്. നമ്മുടെ ഡിവോഷൻ എപ്പോഴും കർത്താവിനോട് മാത്രമായിരിക്കണം. കർത്താവിൻ്റെ വചനത്തോടും അവിടുത്തെ സഭയോടും അവിടുത്തെ പരിശുദ്ധാത്മാവരോടും പരിശുദ്ധ ത്രിത്വത്തോടും മാത്രമായിരിക്കണം. സാമുവേലിന്റെ 1-ാം പുസ്തകം 2:12 ദൈവവചനം പഠിപ്പിക്കുന്നു, ഏലിയുടെ പുത്രന്മാർ അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരായി അവരുടെ ഡിവോഷൻ മാറിപ്പോയി. കണ്ടോ, അവരുടെ ഹൃദയം കർത്താവിൽ നിന്ന് അകന്നുപോയി. കർത്താവിനോടുണ്ടായിരിക്കേണ്ട സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ ലൗകികരും ജഡീകരുമായ ജീവിതങ്ങളായിട്ട് മാറി. ആരെ പ്രകാരം അധപതിക്കുന്നത്? കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കൾ. നമ്മൾ ശ്രദ്ധിക്കണം, ക്രൈസ്തവ കുടുംബങ്ങൾ കർത്താവ് തെരഞ്ഞെടുത്ത കുടുംബങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ, നമ്മുടെ മിനിസ്ട്രികളെല്ലാം, ധ്യാന കേന്ദ്രങ്ങളെല്ലാം കർത്താവ് തെരഞ്ഞെടുത്ത കൃപയുടെ മഹത്വത്തിൻ്റെ ഇടങ്ങളാണ് സഹോദരങ്ങളെ. അവർ കർത്താവിനെ ബഹുമാനിക്കാത്തവരായി, സ്നേഹം നഷ്ടപ്പെട്ടു. അവർ ജഡീകര് ലൗകികരുമായി അവർ ഇൻട്രസ്റ്റ് മാറി. അവിടെ ഹൃദയം കർത്താവിലല്ല. അവിടെ ഹൃദയം ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലും ജഡത്തിൻ്റെ നൈമിഷികമായ സന്തോഷങ്ങളിലുമാണ് അവരുടെ ഹൃദയം കർത്താവിലല്ല. അവർക്ക് ഹൃദയം നഷ്ടപ്പെട്ടു. വിശുദ്ധ പൗലോസ് സഭയെ കർശനമായ ഭാഷയിൽ സഭയോട് പറയുന്നുണ്ട്. കൊരിന്ത സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16:22 ദൈവവചനം പറയുന്നു, ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവർ ശപിക്കപ്പെട്ടവരാകട്ടെ. എത്ര കഠിന വചന സഹോദരങ്ങളെ! കർത്താവിനെ സ്നേഹിക്കാത്തവർ ശാപഗ്രസ്തരാണ്, ശപിക്കപ്പെട്ടവർ. അവിടെ ഗ്രേസ് ഇല്ല, അവിടെ മഹത്വമില്ല, തേജസ്സിന്റെ മേഘമില്ല. അവിടെ
അവിടെ ദുരിതവും നാശവും വരൾച്ചയും മാത്രമേ ഉള്ളൂ. പരാജയം, നിരന്തരമായ പരാജയം നമ്മൾ കണ്ടു. മരുഭൂമി, പരാജയം, കിട്ടമായി മാറുന്ന അവസ്ഥ, ഉപയോഗശൂന്യമായ അവസ്ഥ, ഇതെല്ലാമാണ് പിന്നീട് സംഭവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഡിവോഷൻ മാറി, ഷീലോയിൽ നിന്ന് മഹത്വം വിട്ടുപോയതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വിളിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മിനിസ്ട്രികൾ, നമ്മൾ പലരും പല മിനിസ്ട്രികൾ ചെയ്യുന്നവരാണ്. പല സമർപ്പിത അമ്മമാർ ഇതിൽ കാണുന്നു, വന്യ വൈദികരെ കാണുന്നു. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ മഹത്വം വസിക്കുന്ന ഇടങ്ങളാണ്. നമ്മളെല്ലാം ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഹൃദയം കർത്താവിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മുടെ ഡിവോഷൻ മാറരുത്. നാളുകൾ, വർഷങ്ങൾ കഴിയുമ്പോൾ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. കർത്താവിൻ്റെ ആലോചനകളെ തിരസ്കരിച്ച് കളയരുത്. നമുക്ക് തോന്നുന്ന വഴിയിലൂടെ നമ്മൾ പോകരുത്. ഈ ലോകത്തിന് ഇമ്പങ്ങളിൽ നീ വശീകരിക്കപ്പെടരുത്. നിന്റെ സ്വന്തം ബുദ്ധി പറയുന്നത് പോലെ നീ പ്രവർത്തിക്കരുത്. കർത്താവ് നമ്മളെ വളർത്തും തോറും നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചു പാടും. നമ്മുടെ സമർപ്പണം, വിശ്വസ്തത, വിശ്വാസം, സ്നേഹം, കർത്താവിനോട് ഉണ്ടായിരിക്കേണ്ട ആ ഡിവോഷൻ, ഇൻറ്റിമസി, ഇതെല്ലാം വർദ്ധിച്ചു വരണം. ഇല്ലെങ്കിലാണ് ഈ തകർച്ച വരുന്നത്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലൊക്കെ ഈ അപജയങ്ങളുണ്ട് സഹോദരങ്ങളെ. അനുതപിക്കണം, തിരിച്ചു വരണം കർത്താവിലേക്ക്. രണ്ടാമത്തെ ആത്മീയ കാരണം എന്തായിരുന്നു? അവരുടെ അശ്രദ്ധയും അലസതയും അനാദരവും അനാസ്ഥകളുമായിരുന്നു. കർത്താവിനായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവരെ ഒരുക്കമില്ലാതെ, അനാസ്ഥ കാണിച്ച്, അലസരായി, അനാദരവോടെ അവർ കർത്താവിൻ്റെ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്തു. ഈ പരിശുദ്ധ വചനത്തെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സത്യത്തിൻ്റെ വചനമാണ്. ഇത് ഉചിതമായി കൈകാര്യം ചെയ്യാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാ നമ്മൾ. നമുക്കിഷ്ടപ്പെട്ടതുപോലെയല്ല, ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, കൃപയോടെ, ആത്മനിറവോടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ കൈകാര്യം ചെയ്യണം. വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം പ്രഘോഷിക്കണം, വചനത്തിന് സാക്ഷ്യം നൽകണം. ഇങ്ങനെ ഏത് ശുശ്രൂഷ, ഏതൊരു കർത്താവായ യേശു നാമത്തിലുള്ള ഏതൊരു പ്രവൃത്തിയും ആത്മീയ ഒരുക്കത്തോടെ, കൃപയോടെ, മഹത്വത്തോടെ ചെയ്യണം നമ്മൾ. കർത്താവ് ശ്രദ്ധിക്കും. കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ കർത്താവ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തുമാത്രം ഒരുങ്ങുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അഭിഷേകം സ്വീകരിക്കുന്നുണ്ട്, കർത്താവിൻ്റെ മഹത്വത്തിൽ, ആ തേജസ്സിൽ എന്തുമാത്രം ആയിരിക്കുന്നുണ്ട്. ഇതെല്ലാം കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ആത്മീയ വളർച്ച പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവർ, ഇത് തമാശ കളിയല്ല സഹോദരങ്ങളെ. ഇത് നിസ്സാരമായ കാര്യമായി നിങ്ങൾ ഗൗനിക്കരുത്. ഇത് കർത്താവിനോടുള്ള ശുശ്രൂഷയാണ്. ഓ, എന്തൊരു ഗൗരവ ബോധവും ഒരുക്കവും നമുക്കുണ്ടാകണം. 1 സാമുവേൽ 2:17 ഉച്ചത്തിൽ വായിച്ച വചനം. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള ശുശ്രൂഷയെ വീക്ഷിച്ച് അശ്രദ്ധയോടെ ശുശ്രൂഷ ചെയ്തു. അശ്രദ്ധമായി. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. 2 മക്കാബയർ 4:14. 4:14 വചനം പറയുന്നു. 4:14 എന്താ വചനം പറയുന്നത്? പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷകളിൽ ശുഷ്കാന്തി നശിച്ചു. ഉദാസീനരായി അവരെ. ഉദാസീനത നമ്മളെ നശിപ്പിക്കും, മഹത്വം നഷ്ടപ്പെടുത്തി കളയും. ചക്രത്തളികയിൽ ഏറിയാൽ സമയമായുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിച്ച് കളയുക. കർത്താവിൻ്റെ വചനത്തെ തിരസ്കരിക്കുക, അവഗണിക്കുക. ഇതൊക്കെ മഹത്വം നഷ്ടപ്പെടുത്തും. അവർ അവഗണിച്ചു. അവരുടെ പ്രയോറിറ്റി അതല്ല. ഇൻട്രസ്റ്റ് മാറി, ഫോക്കസ് മാറി. ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിച്ചു. ഒന്നാമത് അനാസ്ഥ കാണിച്ചു. 4:17 വന്ന് അവിടെ പറയാണ്, ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്ന നിസ്സാരമല്ല. ഡിസ്റെസ്പെക്ട്, ഇറവറൻസ്, അനാദരവ് കാണിച്ചു. എൻ്റെ സഹോദരങ്ങളെ, എന്തു വലിയൊരു കൊടിയ തകർച്ചയാണിത്. ശുഷ്കാന്തിയോടെ, തീഷ്ണതയോടെ, ആത്മീയ ഒരുക്കത്തോടെ, തേജസ്സോടെ
കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട നമ്മൾ കുടുംബമായി ജീവിക്കാൻ സമർപ്പിത ജീവിതത്തിലേക്ക്, പൗരോഹിത്യ ജീവിതത്തിലേക്ക്, ഏകാവസ്ഥ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ ഇന്നെപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ ഈ സത്യവചനത്തിന് മുൻപിലിരുന്ന് പരിശോധിക്കണം സഹോദരങ്ങൾ. നമ്മുടെ തകർച്ചകളും ദുരിതങ്ങളും അസ്വസ്ഥതകളും നിരാശകളും പലവിധ പ്രതിസന്ധികളുടെ കാരണം മഹത്വമില്ലാത്ത അവസ്ഥയാണ്. നോ ഗ്ലോറി. അവിടെ കൃപ പ്രവർത്തിക്കുന്നില്ല, കൃപ വ്യാപരിക്കുന്നില്ല, കൃപയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അവിടെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ ആത്മീയ കാരണം പറയുന്നത്, തേജസ്സിന്റെ വസ്ത്രത്തെ അവർ മലിനപ്പെടുത്തി, അവർ കളങ്കപ്പെടുത്തി. തേജസ്സിന്റെ വസ്ത്രം മാമോദീസായിലൂടെ, സ്ഥൈർലേപനത്തിലൂടെ, ഓരോ കുദാശ സ്വീകരണത്തിലൂടെ, ആത്മീയ ശുശ്രൂഷകളിലൂടെ എല്ലാം കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം നമ്മൾ അണിയിപ്പിക്കുന്നുണ്ട്. പ്രസാദവരത്തിൻ്റെ വസ്ത്രം, തേജസ്സിൻ്റെ വസ്ത്രം. ഈ വസ്ത്രത്തെ അവർ മലിനപ്പെടുത്തുകയാണ്. മലിനപ്പെടുത്തി സഹോദരങ്ങളെ. എന്ത് കഠിനമായ മാരകമായ പാപം. അവർ അതുപോലെ കർത്താവിനെ അവഹേളിച്ചു, കർത്താവിനെ നിന്ദിച്ച് അപമാനിക്കുകയാണ്. അതുമാത്രം കൊടിയൊരു തകർച്ചയാണ് സഹോദരങ്ങൾ. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും വേണ്ടി കണ്ണുനീരോടെ പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് സഹിച്ച് നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. വീണ്ടും ദൈവമഹത്വം പ്രകാശിക്കാനായി. സാമുവേലിന്റെ 1-ാം പുസ്തകം 2:22 നമുക്കത് കാണാം. ഏലി വൃദ്ധനായി തന്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവർ അറിയുക. വിവരവും അവർ അറിഞ്ഞു. സമാഗമ കൂടാരത്തിന് പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ അവരും കർത്താവിനായി വിളിക്കപ്പെട്ടവരാണ്. ആ സ്ത്രീകളും ദൈവവേല ചെയ്യുന്നവരാണ്. ആ സ്ത്രീകളുമായിട്ട് കണ്ടു ഏലിയുടെ പുത്രന്മാർ. ആരാണ് ഈ പുത്രന്മാരെ? തെരഞ്ഞെടുക്കപ്പെട്ടവരെ, ദൈവജനത്തിന് വേണ്ടി പ്രത്യേകമാം വിധം ശുശ്രൂഷ ചെയ്യുവാൻ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്തവരെ അവരെന്ത് ചെയ്യുന്നു? ഈ സ്ത്രീകളുമായി എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ശയിച്ചു എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാണ്. ജഡീക സുഖത്തിനു വേണ്ടി, ജഡസുഖത്തിനു വേണ്ടി തങ്ങളുടെ ശരീരത്തെ പിശാചിന് വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ തകരുന്നതിന്റെ ഒരു പ്രധാന കാരണം ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തതകളും വിവാഹേതര ബന്ധങ്ങളുമാണ്. മക്കൾ ശ്രദ്ധിക്കണം, ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം, മാതാപിതാക്കളായാലും ശ്രദ്ധിക്കണം. കർത്താവിന്റെ മഹത്വത്തിന്റെ ഇടങ്ങളായി നമ്മുടെ ഭവനങ്ങൾ പ്രകാശിതമാകണമെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ കർത്താവിന്റെ തേജസ് കൊണ്ട് നിറയണം. അവിടെ ജഡത്തിന്റെ, വ്യഭിചാരത്തിന്റെ, അശുദ്ധിയുടെ, ദുർനടപ്പിന്റെ ഒരു പ്രവർത്തനം, സ്വാധീനം പോലും പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങൾ ദുർബലമാകുന്നു, നമ്മുടെ സഭ ദുർബലമാകുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയൊക്കെ ഈ ജഡത്തിന്റെ ദുരാത്മാവ് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അവർ ദൈവ തേജസ്സിന്റെ വസ്ത്രത്തെ കളങ്കപ്പെടുത്തി. അവിടെ അനുതാപില്ല. കർത്താവ് വെറുതെ വിട്ടുപോയില്ല സഹോദരങ്ങളെ. തന്റെ മഹത്വം ആദ്യമായി സ്ഥാപിതമായ ഷീലോയിൽ നിന്ന് എന്തുകൊണ്ടാണ് മഹത്വം വിട്ടുപോയത്? മഹത്വമില്ലാത്ത, കൃപ നഷ്ടപ്പെട്ടു പോയ, നാശത്തിനിടമായി ഷീലോ എന്തുകൊണ്ട് അധപതിച്ചു? അതിന്റെ കാരണങ്ങളെ പരിശുദ്ധാത്മ പറഞ്ഞു തരണേ. ഇന്നത്തെ ഷീലോയ് നമ്മുടെ കുടുംബങ്ങളാ, നമ്മുടെ മിനിസ്ട്രികളാ, ധ്യാന കേന്ദ്രങ്ങളാ, നമ്മുടെ സഭയാ, നമ്മുടെ സമൂഹങ്ങളാ. മഹത്വത്തെ കാക്കുവാൻ വിളിക്കപ്പെട്ട നമ്മള് ആ തേജസ്സിനെ നഷ്ടപ്പെടുത്തുന്നവരാക്കി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ദൈവമക്കളെ, നമ്മൾ പരിശോധിക്കണം.
യൂദായുടെ ലേഖനം 1:4 വേദനയോടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക. പണ്ടു തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളിടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയെ, ദൈവം നൽകിയ തെരഞ്ഞെടുപ്പിനെ, ദൈവവിളിയെ, അത് പൗരോഹിത്യമാകാം, സമർപ്പിതമാകാം, അത് കുടുംബജീവിതമാകാം, ഏകാവസ ജീവിതമാകാം. ദൈവം നിനക്ക് തന്നിരിക്കുന്ന വിളിയെയും തെരഞ്ഞെടുപ്പിനെയും നമ്മുടെ ജഡീക സുഖങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന് ഇമ്പങ്ങൾക്കും നശ്വരമായ നേട്ടങ്ങൾക്കും വേണ്ടി നമ്മൾ ദുരുപയോഗിക്കുന്നവരാണോ, മഹത്വമില്ലാത്തവരായി നമ്മൾ മാറും. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ആത്മീയ അപചയങ്ങളുണ്ടോ? നമ്മുടെ മിനിസ്ട്രികളിൽ ഈ ആത്മീയ തകർച്ചകളുണ്ടോ? കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്, പരിശോധിക്കുവാനുള്ള സമയമാണ്. നമ്മെ തന്നെ വിധിക്കുവാനുള്ള സമയമാണ്. നമ്മെ തന്നെ വിവേചിക്കുവാനുള്ള സമയമാണ്. നമ്മുടെ കുടുംബങ്ങളെ പരിശോധിക്കണം, സമൂഹങ്ങളെ പരിശോധിക്കണം, നമ്മുടെ മിനിസ്ട്രികളെ പരിശോധിക്കണം. ഹല്ലേലൂയാ, കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ, 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 കൃപൊഴുകട്ടെ. വെളിപാട് പുസ്തകം 22:14 കൂടി നമുക്കിത് വായിക്കാൻ പെട്ടെന്ന്. ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. തേജസ്സിന്റെ അങ്കികൾ നിരന്തരം കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം. തേജസ്സിന്റെ അങ്കിയെ ഞാനും നീയും കളങ്കപ്പെടുത്തരുത്. അങ്കികളെ ശുദ്ധിയാക്കി വെണ്മയുള്ളതാക്കണം. മഹത്വത്തിന്റെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്, തേജസ്സിന്റെ അഭിഷേകത്തിലേക്ക്. 4ാമത്തെ ആത്മീയ കാരണം, അവർ ദൈവാലോചനയെ തള്ളിക്കളഞ്ഞു, ദൈവാലോചനയെ തിരസ്കരിച്ചു. അവർക്ക് തോന്നിയതുപോലെ അവർ ജീവിച്ചു. സാമുവേൽ 1-ാം പുസ്തകം 4:25 വരിക. 4:25. 1 സാമുവേൽ 4:25 എന്താ വചനം പറയുന്നത്? അവിടെ പറയാ, മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ആര് മധ്യസ്ഥം വഹിക്കും? പക്ഷെ അവർ പിതാവിൻ്റെ വാക്ക് കേട്ടില്ല. പിതാവായി ഏലിയായുടെ ദൈവം നൽകിയ ആലോചനകൾ അവർ ശ്രദ്ധിച്ചില്ല. കാരണം അവരെ നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു കൊണ്ടു ആലോചന അവർ സ്വീകരിച്ചില്ല. സഹോദരൻ, ആലോചന സ്വീകരിച്ചു. നമ്മൾ ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും കർത്താവിൻ്റെ ആലോചനയിലാണ്. ആലോചനയുടെ ആത്മാവിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ പരിപാലന, സംരക്ഷണം, നടത്തിപ്പ് നമുക്ക് എപ്പോഴും അനുഭവിക്കാൻ കഴിയും. എപ്പോഴും അനുഭവിക്കാൻ കഴിയും. എനിക്കിഷ്ടപ്പെട്ടൊരു സങ്കീർത്തന വചനമാണ് 32-ാം സങ്കീർത്തനം 8-ാമത്തെ വചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിനക്ക് ആലോചന തരാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ കണ്ണുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം, നിനക്ക് ആലോചന തരാം. നമ്മുടെ മേൽ കർത്താവ് കണ്ണുറപ്പിച്ച് നമ്മൾ പോകേണ്ട വഴികൾ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് പറഞ്ഞു തരും, ആലോചന തരും. എത്ര വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്! ആ കർത്താവിനെ അവഹേളിക്കരുത്, നിന്ദിക്കരുത്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മൾ വേദനിപ്പിക്കരുത്. അത് മഹത്വം നഷ്ടപ്പെടുത്തും. തേജസ്സില്ലാത്തവരായി നമ്മൾ അധപതിക്കും. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ കൃപ നിറയട്ടെ. നമ്മുടെ സമൂഹങ്ങളിൽ, മിനിസ്ട്രികളിൽ, നമ്മുടെ സഭയിൽ ഈ തേജസ്സിന്റെ അഭിഷേകം, മഹത്വത്തിന്റെ മേഘം വീണ്ടും വന്ന് നിറയട്ടെ. നമ്മളതിനായി പ്രകാശിതമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ ആത്മാവിൽ ഈ മഹത്വത്തെ കാത്തുകൊള്ളുവാൻ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, പരിപൂർണമായ ക്ഷമയോടെ, കൃപയോടെ, എളിമയോടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചും സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ശുശ്രൂഷകളെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിനായി കർത്താവ് നമ്മെ നിരന്തരം സഹായിക്കുകയും നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ.